ട്രാക്ക് കാസർഗോഡ് സർഗ സാംസ്കാരിക വേദി മൊട്ടംചിറ പൂച്ചക്കാടുമായി ചേർന്ന ട്രോമ കെയർ പരിശീലനം സംഘടിപ്പിച്ചു. ബേക്കൽ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അതിന് വേണ്ടത് മനോധൈര്യമാണ്. മനോധൈര്യമുള്ള ഒരാൾക്ക് മാത്രമേ നമുക്കത് പെട്ടെന്ന് ഇത്തരം സാഹചര്യത്തിൽ ഇടപെടാനുള്ള സന്നദ്ധ കൈവരുള്ളൂ. പല ആൾക്കാർക്കും ഇതെല്ലാം ഉണ്ട്, സ്നേഹമുണ്ട്, ദയുണ്ട്, കാരുണ്യമുണ്ട്. എൻ്റെ മനസ്സിലുണ്ടാവും, നിങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ടാവും. പക്ഷേ നമ്മുടെ വീട്ടിലൊരാൾ പെട്ടെന്ന് ഒരു ഷോക്ക് ഏറ്റിട്ട് വീഴുക, അല്ലെങ്കിൽ ഒരാൾ ചിലപ്പോൾ ഒരു സ്ട്രോക്ക് വരുന്ന ലക്ഷണം കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നെഞ്ചുവേദന കൊണ്ട് പടഞ്ഞിരിക്കുന്ന ഒരാളുടെ നമ്മുടെ വീട്ടിലൊരാൾ തന്നെ ആയിക്കോട്ടെ, പക്ഷെ അവിടെ ധൈര്യം, മനോധൈര്യം ഇല്ലെങ്കിൽ ഈ മൂന്ന് സാധനം ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. അത് ഉണ്ടാക്കിയെടുക്കലാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. പല ആൾക്കാരും നേരത്തെ പറഞ്ഞ റോഡിൽ ചോര വീഴാതെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പറയും കൊലപാതകങ്ങളുടെ പരമ്പര മറ്റതൊക്കെ പറയും, പോലീസിനറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന റോഡ് അപകടങ്ങളിലാണ്. ഒരു സംശയമുള്ള അതിൽ ഒരു 60% ആൾക്കാരും മരണപ്പെടുന്നത് ഇത്തരത്തിലുള്ള അടിയന്തര ചികിത്സ ലഭ്യമാകാതെ വരുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള അംഗവൈകല്യത്തിന് ഇരയാകുന്നത്, ഒരു കാലിനെ മുറിച്ചു മാറ്റേണ്ടി വന്ന ചെറിയൊരു ആക്സിഡന്റിൽ പെട്ട് കാലുകൾ മുറിച്ചു, ഇന്നത്തെ കാലത്ത് അതെല്ലാം അത്യപൂർവമാണ്. പക്ഷേ ശരിയായ രീതിയിലുള്ള ഒരു അടിയന്തര ചികിത്സ ലഭ്യമായാൽ ഇതൊന്നും വേണ്ടി വരാത്ത സാഹചര്യത്തിൽ ഒരു കാലുകൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ നമ്മുടെ നാടുകളിൽ എത്തുന്നുണ്ട്. ഇതൊന്നും ആരും അറിയില്ല. കാരണം ഇതൊന്നും പത്രക്കാർക്ക് ഇതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. കാരണം പത്രത്തിന് ഇതൊന്നും ഒരു വലിയ പബ്ലിസിറ്റി നൽകുന്ന കാര്യങ്ങളല്ല. ട്രാക്ക് സെക്രട്ടറി വി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എ കെ വേണുഗോപാലൻ, വി വേണുഗോപാൽ, MVI എം വിജയൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വാർഡ് മെമ്പർ മുനീർ തമന്ന സംസാരിച്ചു. ചടങ്ങിൽ സർഗ സാംസ്കാരിക വേദി പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട് സ്വാഗതവും സെക്രട്ടറി നന്ദകുമാർ നന്ദിയും പറഞ്ഞു. ട്രാക്ക് ഭാരവാഹികളായ എ വിനോദ് കുമാർ, രവികുമാർ KT, പി ഭാർഗവൻ, സാലിം ബേക്കൽ, മഹ്മൂദ്, പത്മനാഭൻ, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ബേക്കൽ സബ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോൺ വോളണ്ടിയർ കാർഡ് വിതരണം ചെയ്തു. ജീവൻ രക്ഷാപ്രവർത്തനം നടത്തിയ ആതിര ടീച്ചറെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.